ജി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എന്തായാലും പ്രകൃതി ഭംഗി കുറച്ച് കുറവായിരിക്കും. കാരണം ഇന്ന് നമ്മൾ പോകുന്ന സ്പോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ കോവളം ബീച്ചിലേക്കാണ്. പോകാൻ പ്ലാൻ ചെയ്ത സ്ഥലം ഇതല്ലായിരുന്നു. നമ്മുടെ പൊന്മുടിയിലേക്കായിരുന്നു നമ്മൾ പോകാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ അവിടെ 4 മണി വരെ നമുക്ക് പാസ് തരത്തുള്ളൂ. പക്ഷേ ഞങ്ങളവിടെ ചെന്ന സമയത്ത് ഒരു 15 മിനിറ്റ് താമസിച്ചതുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് അവിടെ കയറാൻ പറ്റിയില്ല. ഒരു ദയാദക്ഷിണവും അവർ കാണിച്ചില്ല. ഞങ്ങൾ തിരിച്ച് ഒരു 10-15 മിനിറ്റ് ഞങ്ങൾ അവിടെ ഇരുന്നു. എന്നിട്ടും ഞങ്ങൾക്ക് ഒരു കുറച്ച് പോലും ഒരു ഇത് കാണിച്ചില്ല അവർ. അപ്പോൾ തിരിച്ച് ഇറങ്ങി വന്നപ്പോൾ ഞങ്ങൾ 2 പേരും ദയനീയാവസ്ഥയോടെ ഇറങ്ങി വന്നത്. കാരണം അവിടെ പോയി എല്ലാം മിസ്സായിപ്പോയി. പിന്നെ എങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അടുത്തെങ്ങും വേറൊരു സ്പോട്ടും ഇല്ല. സമയം ഒരുപാട് ആയിരുന്നു. ഒരു 5 മണിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിൽ തോന്നിയതാണ് കോവളം ബീച്ചിലേക്ക് പോകാമെന്ന്. അപ്പം അവിടുന്ന് ഒരു 45 കിലോമീറ്റർ, പൊന്മുടിയിൽ നിന്ന് ഒരു 45-50 കിലോമീറ്റർ ഉള്ളായിരുന്നു. അങ്ങനെ നേരെ ഞങ്ങൾ കോവളം ബീച്ചിലേക്ക്. അപ്പം സന്ധ്യ സമയത്തുള്ള കോവളം ബീച്ചിലെ കുറച്ച് കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഇതുവഴിയാണ്ട് ഇങ്ങനെ നടന്നു പോകാൻ എന്തോ രസമെന്നറിയുമോ. ഇടത് സൈഡിൽ മനുഷ്യനിർമ്മിതമായ കാഴ്ചകളും വലത് സൈഡിൽ പ്രകൃതി രമണീയമായ കാഴ്ചകളും കണ്ടിങ്ങനെ നടക്കാം. കാറ്റും കൊണ്ട്, കടലിലെ തണുത്ത കാറ്റും കൊണ്ട് ഇങ്ങനെ നടക്കാം. സമയമൊന്നും നോക്കാതെ വൈബടിച്ച് നടക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ ഇത്. പെട്രോൾ അടിക്കേണ്ടതൊന്നും വരത്തില്ല. പൊന്മുടി പോകണമെന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ടിപ്പം കോളത്തൊന്നും ഇല്ല. നമ്മളവിടെ പൊന്മുടി പോകണമെന്ന് പറഞ്ഞിട്ട് പോയി, ഇതൊക്കെ കയറാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് ഇവിടെ വന്ന് കോവളം വന്നപ്പോഴത്തേക്ക് അവിടുന്ന് ഇറങ്ങിയപ്പോൾ പറഞ്ഞ് കോവളത്ത് പോയിട്ട് മദാമ്മയെങ്കിലും കണ്ടിട്ട് ആ ഒരു കുറവ് നകത്താവുന്നു. അതൊന്നും നടന്നില്ല. ഒന്നും നടന്നില്ല. പാതിരാത്രിയായി. പൈസ ഉണ്ടോ? 5ൻ്റെ പൈസ ഇല്ലാതെ വന്നു. ഉച്ചക്ക് ഇറങ്ങിയില്ലേ നമ്മള്? ഉച്ചക്ക് ഇറങ്ങിയിട്ട് ഒന്നും ഇല്ലാത്തടത്തേക്ക് സെൽഫിയാ പിന്നെ കൈയെടുക്കുന്നു. ഇവിടെ നമുക്ക് കറക്റ്റ് കടലിലെ നീലമാണോ ഇനി? അങ്ങേ അറ്റത്തുനിന്ന് ഈ അറ്റം വരെ നടന്നു. ഭയങ്കര നടക്കാതെ എന്തെങ്കിലും പറ. നൈറ്റ് ഇതുപോലെ ഒരു പണിയില്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ പാര കിടക്കണം ഇറങ്ങാം. പൈസ 10,000 രൂപയിലും കയ്യിൽ വേണം. അല്ലാതെ റൂം അല്ല, എനിക്ക് എൻ്റെ കാര്യമാണ് പറഞ്ഞത്. എൻ്റെ കാര്യം ഇറങ്ങി അടിച്ചാൽ നടക്കാം. ഇവിടെ ഉള്ളവർക്കൊക്കെ ബുദ്ധി ലെക്കായിരിക്കും. ഇവിടെ ഭയങ്കര പാടായി. മടുത്താണ് 8 മണിയാണ്. 10 മണി 8 മണിക്ക് വരാന്ന് പറഞ്ഞു. ഇറങ്ങിയല്ല
അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരെ സി യു ലെറ്റർ.